Good afternoon all. Welcome to Civil 360 IAS Academy and welcome to today's Hindu newspaper analysis. നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കുന്നതിന് മുന്നേ we are introducing a new program called Prelims Mains Companion. This is an integrated Prelims Mains test series program. എന്ന ടെസ്റ്റ് സീരീസ് മാത്രമല്ല ഇതിൻ്റെ അകത്ത് ക്ലാസ്സുകളും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആണ് ഫോർ യുവർ പ്രിലിംസ് ആൻഡ് മെയിൻസ് പ്രിപ്പറേഷൻ. ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് this program is divided into two. Main sure and prelim sure. The main sure is for your mains preparation. നിങ്ങൾക്ക് മെയിൻസിൽ ഡെയിലി ആൻസർ റൈറ്റിങ്ങും പ്രോപ്പറായിട്ട് സിലബസും ക്ലാസ്സുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് മെറ്റീരിയൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾക്ക് മെയിൻസിൻ്റെ പോർഷനുകൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യും വിത്ത് എ പേഴ്സണലൈസ്ഡ് മെൻറ്റർഷിപ്പ്. സെയിം പ്രോഗ്രാം സെയിം തിങ് ഈസ് റിപ്പീറ്റിംഗ് ഇൻ ദ പ്രിലിം ഷുവർ പോർഷൻ. പ്രിലിംസിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരെയും ഗൈഡ് ചെയ്യുന്നു, മെറ്റീരിയൽ തരുന്നു, ക്ലാസ്സസ് തരുന്നു, പിന്നെ പേഴ്സണലൈസ്ഡ് മെൻറ്റർഷിപ്പ് ഉണ്ടാവും. അങ്ങനെ ഡെയിലി MCQ ടെസ്റ്റ്, സെക്ഷൻ ടെസ്റ്റ്, സബ്ജക്റ്റ്, ഫുൾ ലെങ്ത് ടെസ്റ്റ്, അങ്ങനെ എല്ലാത്തിനും കൂടി ഒരു കോംബോ, എല്ലാത്തിനുമായിട്ട് ഒരു ഒറ്റ സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ദിസ് പ്രോഗ്രാം ഇസ് ഡിസൈൻഡ്. ഓക്കെ, സോ ഇൻട്രസ്റ്റഡ് സ്റ്റുഡൻസിന് ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇഫ് യു ആർ എ കോളേജ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ റിപ്പീറ്റർ ആണെങ്കിലും ബിഗിനർ ആണെന്നുണ്ടെങ്കിലും വർക്കിംഗ് പ്രൊഫഷൻ ആണെങ്കിലും എല്ലാവർക്കും ഹെൽപ്പ് ആവുന്ന രീതിയിലാണ് ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തേക്കുന്നത്. ദെൻ നമുക്ക് ഇന്നത്തെ interested ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആസ്പിറൻസിനെ യു ക്യാൻ കോൺടാക്ട് ഇൻ ദിസ് നമ്പർ. ഓക്കെ, ദെൻ ദ ഫസ്റ്റ് ന്യൂസ്, വാട്ട് ഇന്ത്യസ് യങ് പീപ്പിൾ ആർ സെയിങ് അബൌട്ട് ഫാമിലീസ്. ഇന്ത്യയുടെ ഫെർട്ടിലിറ്റി റേറ്റ് കുറയുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ റീസൺ എന്താ, അതിൻ്റെ എഫക്റ്റുകൾ എന്താ, ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറയാം നമുക്ക്. ദെൻ ന്യൂ ട്രേഡ് പാക്ട് വിൻ ഫോർ ഇന്ത്യ UK. അതായത് ഇന്ത്യയുടെയും UK തമ്മിൽ ഒരു കോംപ്രഹെൻസീവ് എക്കണോമിക് ആൻഡ് ട്രേഡ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. കുറേ ദിവസങ്ങളായിട്ട് യൂണിവേഴ്സിറ്റി പറയുന്നതാണ്. പക്ഷേ ദിസ് ഈസ് ഓൾസോ എൻ ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾ, സോ വി നീഡ് ടു ഇൻക്ലൂഡ് ദാറ്റ്. റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും വി നീഡ് ടു ഇൻക്ലൂഡ് ദാറ്റ്. ദെൻ ഫോർ ദ ഫസ്റ്റ് ടൈം അണ്ടർ ഗ്രാജുവേറ്റ് എൻറോൾമെൻറ്റ്സ് ഡിക്ലൈൻ ഇൻ ഇന്ത്യ. അതായത് അണ്ടർ ഗ്രാജുവേഷൻ, നമ്മുടെ BA BSc ഇതിലോട്ടുള്ള എൻറോൾമെൻറ്റ് ആദ്യമായിട്ട് ഇന്ത്യയിൽ കുറഞ്ഞു. ഓക്കെ, ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ഐഷ എന്ന് പറയും. ആ ഐഷ എന്ന് പറഞ്ഞ റിപ്പോർട്ടിൻ്റെ ബേസിസിലാണ് ഈ ഒരു ന്യൂസ്. ദെൻ നെക്സ്റ്റ് ഇത് ഓൾറെഡി മുന്നും ന്യൂസിൽ പറഞ്ഞായിരുന്നു. വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓൾറെഡി ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ നിലവിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്തുന്നുണ്ട്. അതായത് ഇലക്ടോറൽ റോള് റിവൈസ് ചെയ്യുന്നുണ്ട്. ഇലക്ടോറൽ റോള് റിവൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷന് ആർക്കൊക്കെ യോഗ്യതയുണ്ട് എന്ന് പറയുന്നൊരു ലിസ്റ്റിൽ അതിനാണ് ഇലക്ടോറൽ റോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇപ്പോൾ ഒരു ഇലക്ഷൻ വരാൻ പോവുക, ഇവിടെ നിന്ന് ആർക്കൊക്കെ വോട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതാണ് എന്ത് ഇലക്ടോറൽ, ആ ലിസ്റ്റിനെയാണ് ഇലക്ടോറൽ റോൾ എന്ന് പറയുന്നത്. അത് റിവൈസ് ചെയ്യുന്നതാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നടപ്പിലാക്കുന്നത്. അതിലെ ഡാറ്റ ഇലക്ഷൻ്റെ പർപ്പസിന് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഓൾറെഡി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ബീഹാറിൻ്റെ ഒരു കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ദ വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് അത് വയലേറ്റ് ചെയ്തു. അവർ അതിലുള്ള ഡാറ്റ ഉപയോഗിച്ചിട്ട് അന്നപൂർണ യോജനയിലുള്ള ആൾക്കാരെ ഡിലീറ്റ് ചെയ്യാനും അല്ലാന്നുണ്ടെങ്കിൽ, കാരണം വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല എന്നും പറഞ്ഞ് PDS നിന്ന് ഡിലീറ്റ് ചെയ്യുന്നു, പല വെൽഫെയർ സ്കീംസിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ്സ് അഗെയിൻ വയലേറ്റിംഗ് ദ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് എന്ന് പറയുന്നതാണ്. നമുക്ക് ഫസ്റ്റ് ന്യൂസിലോട്ട് നോക്കാം. ദ ഫസ്റ്റ് ന്യൂസ്, UNFPA, ദാറ്റ് ഈസ് യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട്. അതാണ് UNFPA എന്ന് പറയുന്നത്. That released a demographic futures survey 2025 on the World Population Day, July 11. July 11 വേൾഡ് പോപ്പുലേഷൻ ഡേ ആയിരുന്നു. സോ യുണൈറ്റഡ് നേഷൻ പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് എന്നതാണ് ന്യൂസ്. അതിൽ ഇന്ത്യയുടെ പേഴ്സ്പെക്റ്റീവ് നോക്കണം, അല്ലെങ്കിൽ ഇന്ത്യയുടെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യാസ് ഫെർട്ടിലിറ്റി റേറ്റ് ഇപ്പോൾ നിലവിൽ 2.0 ആണെന്നാണ് UNFPA പറയുന്നത്. ഇന്ത്യയിലെ പല ഗവൺമെൻറ് ഡാറ്റയും പറയുന്നത് 1.9 ആണ് കേട്ടോ. ഓക്കെ, ഈ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വുമണ് അവളുടെ ലൈഫ് ലോങ്ങിൽ എത്രത്തോളം കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നതാണ് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഇന്ത്യയിലേക്ക് 2.0 ആണ്. അപ്പോൾ 2.0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി 2 കുട്ടികളെന്ന് അർത്ഥം. അതായത് രണ്ട് പാരൻസിനെയും മാറ്റിയിട്ട് വേറെ 2 കുട്ടികൾ ജനിക്കുന്നുണ്ട് എന്നാണ് ജനറലി ഉദ്ദേശിക്കുന്നതുകൊണ്ട്. ഫെർട്ടിലിറ്റി റേറ്റ് 2.0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ 2 ആൾക്കാർക്ക് ജന്മം നൽകുന്നുണ്ട്. സോ ഇറ്റ് ഈസ് കോമ്പൻസേറ്റിംഗ് ഇൻ ദ
അവർ പാരൻസ് മരിച്ചു കഴിഞ്ഞാലും 2 പേർക്ക് ജന്മം നൽകുന്നതാണ് 2.0ൻ്റെ അർത്ഥം. ഫെർട്ടിലിറ്റി റേറ്റ് ഇന്ത്യയിൽ 2.0 ആണ്. റീപ്ലേസ്മെൻറ്റ് ലെവൽ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ഫെർട്ടിലിറ്റി റേറ്റ് വെച്ചിട്ട് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഒരു പോപ്പുലേഷൻ കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ പോപ്പുലേഷൻ അല്ലെ ഫെർട്ടിലിറ്റി റേറ്റ് 2.1 ആകണം. 2.1 ആണ് അവിടുത്തെ ഫെർട്ടിലിറ്റി റേറ്റ് എന്നുണ്ടെങ്കിൽ നിലവിലെ പോപ്പുലേഷൻ എത്രയാണോ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കോളും. അതാണ് 2.1 എന്ന് പറഞ്ഞ റീപ്ലേസ്മെൻറ്റ് ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത്, ഫെർട്ടിലിറ്റി റേറ്റിൻ്റെ റീപ്ലേസ്മെൻറ്റ് ലെവൽ. എന്നാൽ 2.1-ന് താഴെ വരാണെന്നുണ്ടെങ്കിൽ ഒരു 1.8 ആണ് ഫെർട്ടിലിറ്റി റേറ്റ് ഇന്ത്യയിൽ വിചാരിക്കാം. 1.9 ആണ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ 2.0 ഒന്നും കാണിക്കുന്നുണ്ട്. 1.9 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിലോ ദ റീപ്ലേസ്മെൻറ്റ്. സോ ഭാവിയിൽ ഇന്ത്യയിൽ പോപ്പുലേഷൻ കുറയാനാണ് സാധ്യത. ഇപ്പോൾ 2.5 ആണ് പല രാജ്യങ്ങളും എന്ന് വിചാരിക്കാം. ദാറ്റ് മീൻസ് റീപ്ലേസ്മെൻറ്റ് ലെവൽ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതുകൊണ്ട് തന്നെ അവിടെ പോപ്പുലേഷൻ കൂടാൻ സാധ്യതയുണ്ട്. അപ്പം ഇന്ത്യയിലെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഈസ് 2.0. ഇറ്റ് ഈസ് ബിലോ ദ റീപ്ലേസ്മെൻറ്റ് ലെവൽ ഓഫ് 2.1. ഇനി ഇന്ത്യയിലെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീസൺസ് ഫോർ ഡിക്ലൈൻ ഫെർട്ടിലിറ്റി. എന്തുകൊണ്ട് ഫെർട്ടിലിറ്റി കുറയുന്നു? കുറച്ച് കുട്ടികൾക്കാണ് ജന്മം നൽകുന്നത് സ്ത്രീ. എന്തുകൊണ്ട്? ഫസ്റ്റ് തിങ്, ഇവർക്ക് കല്യാണം വേണ്ട എന്നതുകൊണ്ടല്ല. ഓക്കെ, ഫെർട്ടിലിറ്റി റേറ്റ് കുറയുന്നത് കല്യാണം വേണ്ട എന്നതുകൊണ്ടല്ല, അവർക്ക് പാരന്റ്ഹുഡിനോട് ചില സമയം താല്പര്യക്കുറവുണ്ടാകും. അതായത് വിവാഹം കഴിക്കുന്നുണ്ട്, മാരേജ് നടക്കുന്നുണ്ട്, പക്ഷെ ഒരു പാരന്റ് ആകാൻ അവർക്ക് ചില സമയത്ത് ഇഷ്ടമില്ല എന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി ആയിരിക്കും അവരുടെ. ഒരു കുട്ടികളൊക്കെ ജന്മം നൽകി വാർത്ത എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്ത് ഹെൽത്ത് പ്രൊവൈഡ് ചെയ്ത് നല്ലൊരു ഫിനാൻഷ്യലി സെക്യൂർ ആകേണ്ട ഒരു ആവശ്യകതയുണ്ട് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ. സോ ഫൈനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി വരെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്, ഫെർട്ടിലിറ്റി റേറ്റ് കുറയാൻ കാരണമാകുന്നുണ്ട്. മീൻസ് മാരേജ് നടക്കുന്നുണ്ടെങ്കിൽ പാരന്റ്ഹുഡിലോട്ട് നയിക്കുന്നില്ല. ദെൻ ഹൈ ഹൗസിംഗ് കോസ്റ്റ്, ജോബ് ഇൻസെക്യൂരിറ്റി, ചൈൽഡ് കെയർ റെസ്പോൺസിബിലിറ്റീസ്. നമുക്കത് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ താല്പര്യമില്ല. ചില സ്ഥലത്ത് സിറ്റീസിലൊക്കെ ആണെങ്കിൽ വീടിനൊക്കെ ഭയങ്കര പൈസ ആയിരിക്കും, പിന്നെ എഡ്യൂക്കേഷൻ എല്ലാത്തിനും പൈസ ആയിരിക്കും. സോ ദേ ആർ നോട്ട് റെഡി ഫോർ സ്റ്റാർട്ടിങ് ദ പാരന്റ്ഹുഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഫെർട്ടിലിറ്റി റേറ്റ് കുറയുന്നത്. ഓക്കെ, അത് മാരേജ് കുറയുന്നതിൻ്റെ ഭാഗമല്ല. ഞാൻ പല റീസൺസും കൊടുത്തിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് റീഡ് ദാറ്റ്. ആൻഡ് വുമൻസ് ബേർഡൻ നോക്കാം. ഇതിൽ വുമൻ്റെ കുറച്ച് സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ ഒരു വുമൺ ദിവസത്തിൽ 5 മണിക്കൂറോളം, ഏവറേജ് 5 മണിക്കൂറോളം അൺപെയ്ഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വീട്ടിലെ കുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ, ക്ലീനിങ് ആണെന്നുണ്ടെങ്കിൽ ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചൈൽഡ് കെയർ അല്ലാന്നുണ്ടെങ്കിൽ എൽഡർലി ആയിട്ടുള്ള ആൾക്കാരെ കെയർ ചെയ്യുന്നത്. പക്ഷെ കമ്പാരിറ്റീവ് ടു മെൻ, ഓക്കെ, മെന്നിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ ഓൺലി സ്പെൻഡിങ് 30 minutes പെർ ഡേ. ഓക്കെ, ഇപ്പോൾ അൺപെയ്ഡ് വർക്ക് ചെയ്യുന്ന ബോയ്സ് മെന്നാണെന്നുണ്ടെങ്കിൽ 30%. സോ ദേ ഹാവ് ഡിസ്പ്രൊപ്പോർഷണേറ്റ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ചായ അവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഇവിടെ കാണാൻ പറ്റുന്നതാണ് നിങ്ങളുടെ കേസിൽ പറയുന്നത്. ദെൻ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വുമൺ 1.15%, മെൻ 55%. ഡിഫറൻസ് നോക്കുക. അതായത് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റിൽ തന്നെ ദൂരം ഭയങ്കര വ്യത്യാസം കാണുന്നു. ദെൻ ചൈൽഡ് മാരേജ് ഇപ്പം നിലവിൽ ഇന്ത്യയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ നാഷണൽ ഹെൽത്ത് മിഷൻ, ബെറ്റർ മെറ്റേണൽ ഹെൽത്ത് കെയർ ഒക്കെ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ reduced from women married before the 18 years, അതായത് ചൈൽഡ് മാരേജ് 23% നിന്ന് 20% ഇന്ത്യയിൽ കുറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് ഡാറ്റ കൊണ്ടുവരുന്നത്. ദിസ് ഡാറ്റ ഈസ് വെരി വെരി ഹെൽപ്ഫുൾ ഫോർ യുവർ സൊസൈറ്റി, സോഷ്യൽ ജസ്റ്റിസ്, എല്ലാ അല്ലെങ്കിൽ സോഷ്യോളജി ഓപ്ഷൻ എടുക്കുന്ന ആൾക്കാരാകാം, മറ്റെല്ലാത്തിനും ഭയങ്കര ഹെൽപ്പായിട്ടുള്ള കുറച്ച് ഡാറ്റയാണ് ഇത് പറയുന്നത്. ദെൻ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയും. ഈ ക്ലൈമറ്റ് ചേഞ്ച് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് യൂത്തിൻ്റെ മെൻ്റൽ സ്റ്റെബിലിറ്റിനെ ബാധിക്കുന്നുണ്ട്, അവിടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെ ബാധിക്കുന്നുണ്ട്. അബൌട്ട് ഒരു 50% ഈ ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഈ മെൻ്റലി എഫക്റ്റ് ചെയ്യുന്നുണ്ട് യൂത്തിനെ. ദെൻ ഇന്റർസ്റ്റേറ്റ് ഫെർട്ടിലിറ്റി ഡിഫറൻസും നിലവിൽ എക്സിസ്റ്റ്. ഇപ്പോൾ ഇന്ത്യയുടെ 2.0 ആണ് ഫെർട്ടിലിറ്റി റേറ്റ് പറയുന്നുണ്ടെങ്കിലും പല സംസ്ഥാനത്തും പലതാണ്. ചില സ്ഥലത്ത് ഹൈ ഫെർട്ടിലിറ്റി റേറ്റ് ആയിരിക്കും, ലൈക്ക് ഇപ്പം ബീഹാർ. പക്ഷെ ചില സ്ഥലത്ത് ഫെർട്ടിലിറ്റി റേറ്റ് ഭയങ്കര അടുത്ത്. ബീഹാറിലൊക്കെ 2.7 ആണ് ഫെർട്ടിലിറ്റി റേറ്റ്. എന്നാൽ സിക്കിമിൽ നോക്കി 1.0 ആണ് ഫെർട്ടിലിറ്റി റേറ്റ്. ജനറലി റീപ്ലേസ്മെന്റ് ലെവലിനെക്കാട്ട് താഴെയുള്ളത്, അതായത് ഫെർട്ടിലിറ്റി കുറവുള്ള ആൾക്കാർ 2.1-നെക്കാട്ട് താഴെയുള്ള സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻക്ലൂഡ് കേരള, തമിഴ്നാട്, ഡൽഹി.
But high fertility rate is recorded in Bihar, Uttar Pradesh, Jharkhand, above the replacement level. Okay, so it implies this is implying that India requires state-specific population policies, not one-size-fits-all approach. അതായത് നമുക്കിപ്പോൾ പോപ്പുലേഷൻ നമ്മുടെ ഫെർട്ടിലിറ്റി റേറ്റ് ഇന്ത്യയിൽ 2.0 ആണെന്ന് വെച്ചിട്ട് ബിലോ 2.1 ആണ്. സോ നമുക്കൊരു പോളിസി കൊണ്ടുവരാം, പോപ്പുലേഷൻ കൂട്ടാം എന്നൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റുന്നതല്ല. ഫെർട്ടിലിറ്റി റേറ്റ് കൂട്ടാമെന്ന് പറഞ്ഞാൽ ശ്രമിക്കുന്നില്ല. കാരണം പല സംസ്ഥാനങ്ങളിൽ പലതാണ്. ചിലത് ഓൾറെഡി ഹൈ ഫെർട്ടിലിറ്റി റേറ്റ് ആണ്, ചിലത് ഫെർട്ടിലിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള നമുക്ക് അപ്രോച്ച് ആണ് വേണ്ടത്, അല്ലാണ്ട് വൺ സൈസ് ഫിറ്റ് അപ്രോച്ച്, വൺ സൈസ് ഫിറ്റ് ഓൾ അപ്രോച്ച് ഇസ് നോട്ട് സ്യൂട്ടബിൾ. ഇവിടെ UNFPA കുറിച്ച് പറയുന്നുണ്ട്. ഇവരല്ലേ റിപ്പോർട്ട് കൊണ്ടുവന്നേക്കുന്നത്. അതൊരു യുഎൻ്റെ ബോഡിയാണ്. ദേ ആർ വർക്കിംഗ് ഓൺ ദ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പോപ്പുലേഷൻ, ഫാമിലി പ്ലാനിങ്, ജെൻഡർ ഈക്വാലിറ്റി, മെറ്റേണൽ ഹെൽത്ത്, ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് സപ്പോർട്ട്സ് എവിഡൻസ് ബേസ്ഡ് പോപ്പുലേഷൻ പോളിസി. എവിഡൻസ് ബേസ്ഡ് ഡാറ്റ എല്ലാം കളക്ട് ചെയ്തിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ പോളിസീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് UNFPA. ദെൻ മറ്റു കുറച്ച് ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വാട്ട് ഇസ് ദ ചലഞ്ച് റൈറ്റ് നൗ? ഫസ്റ്റ് ചലഞ്ച് ലോ ഫീമെയിൽ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ. അവരുടെ റേറ്റ് വർക്ക് ഫോഴ്സ് ഇപ്പോൾ യൂത്തിൽ തന്നെ അവരുടെ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഭയങ്കര കുറവാണ്. ഹൈ അൺപെയ്ഡ് കെയർ വർക്ക്, 5 മണിക്കൂറാണ് ഒരു ദിവസം ഒരു സ്ത്രീ സ്പെൻഡ് ചെയ്യുന്നത് ഒരു അൺപെയ്ഡ്. ക്ലൈമറ്റ് ആൻസൈറ്റി, ക്ലൈമറ്റ് ചേഞ്ച് ബാധിക്കുന്നത്, റൈസിങ് ഓഫ് കോസ്റ്റ് ഓഫ് ലിവിങ്, regional demographic disparity, all access to these are the challenges right now we are facing. And what is the way forward? Invest in human capital. Human capital എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുക, സ്കില്ലൊക്കെ പ്രൊവൈഡ് ചെയ്യുക, അവരുടെ കഴിവ് കൂട്ടുക. ഓക്കെ, ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ ആക്കി ഡെവലപ്പ് ചെയ്യുക, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ദെൻ ഇൻക്രീസ് വുമൺ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് 15% എന്നാണ് പറഞ്ഞത്, അത് കൂട്ടണം. ദെൻ ജെൻഡർ ഈക്വൽ കെയർ ഗിവിങ്, സ്ത്രീകൾക്ക് മാത്രമല്ല, 5 hours 30 minutes വേണം. അതിന് ഇത് വേണം. പിന്നെ ഇന്റർ സ്റ്റേറ്റ് സ്പെസിഫിക് ഡെമോഗ്രാഫിക് പോളിസീസ് വേണം. അതായത് ഓരോ സംസ്ഥാനത്തിന് സ്പെസിഫിക് ആയിട്ട് ഡെമോഗ്രാഫിക് പോളിസീസ് ആണ് നമുക്ക് വേണം, അല്ലാണ്ട് ഓൾ സൈസ് ഫിറ്റ് ഓൾ അപ്രോച്ച് അല്ല വേണ്ട. ഓക്കെ, ദെൻ ബാക്കി പറഞ്ഞേക്കുന്ന പോലെ തന്നെ the next thing is most observable the India-UK relationship, especially on the background of the recent agreement, that is Comprehensive Economic and Trade Agreement, CETA. ഓക്കെ, ഈ എഗ്രിമെൻറ്റ് ഇന്ത്യയും യുകെയും തമ്മിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഔട്ട്കം എന്താ, നല്ല കാര്യങ്ങൾ എന്താ, ഇന്ത്യ എന്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇന്ത്യയിലുള്ള നെഗറ്റീവ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇതെങ്ങനെ ബാധിക്കുന്നുണ്ട്, ഇത്തരം ഡീറ്റെയിൽസ് പറയുന്നത്. ദിസ് ന്യൂസ് ഞാൻ തന്നെ ഒരു ഏകദേശം ഇപ്പോൾ യൂട്യൂബിൽ വന്ന സമയം തൊട്ട് തന്നെ ഞാൻ മിനിമം ഒരു 5 പ്രാവശ്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അഗൈൻ റിപ്പീറ്റിംഗ് ബിക്കോസ് ഒരു ഇന്നത്തെ ന്യൂസ് പേപ്പറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഇസ് എ ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. അപ്പോൾ ഇന്ന് മുതൽ കാണാൻ പോകുന്ന ആൾക്കാരാണ് ന്യൂസ് പേപ്പർ ഡിസ്കഷൻ. സോ അവർ പോർഷൻ മിസ് ഔട്ട് ആകരുത് എന്ന് വെച്ചാൽ അതാണ് ഞാൻ പറയുന്നത് എന്നേ ഉള്ളൂ. സോ ഇതൊരു എഗ്രിമെൻ്റ് ആണ്, ട്രേഡിൻ്റെ ഭാഗമായിട്ടുള്ള എഗ്രിമെൻ്റ് ഇന്ത്യ യുകെ. അപ്പോൾ അതിൽ കുറേ ബെനിഫിറ്റ്സ് ഇന്ത്യക്കുണ്ട്. ഒന്നില്ല, ഇന്ത്യ യുകെ തമ്മിലുള്ള ട്രേഡ് റിലേറ്റഡ് ആയിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ട്, കോംപ്രഹെൻസീവ് എക്കണോമിക് ആൻഡ് ട്രേഡ് എഗ്രിമെൻ്റ്. അതിൻ്റെ ഫസ്റ്റ് തിങ് അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇത് ആക്ച്വലി ഇന്ത്യനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 99% ഓഫ് ദ ഇന്ത്യൻ എക്സ്പോർട്സ് ബൈ വാല്യൂ ആണ് കേട്ടോ, ബൈ വോളിയം അല്ല, ബൈ വാല്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 0 ഡ്യൂട്ടി ആക്സസ് ടു US മാർക്കറ്റ്. അത് നമ്മുടെ ഇവിടുന്ന് പല കാര്യങ്ങളും എക്സ്പോർട്ട് ചെയ്യുമ്പോൾ യുകെയിൽ അത് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ടാക്സ് ഒന്നും അധികം കൊടുക്കേണ്ട ആവശ്യമില്ല, അധികം ടാക്സ് ഒന്നും പിടിക്കില്ല. ദിസ് എഗ്രിമെൻറ്റ് ഓട്ടോമാറ്റിക്കലി ഹെൽപ്സ് ദ സർവീസ് സെക്ടർ ഓൾസോ. അതായത് നമ്മുടെ സർവീസ് സെക്ടേഴ്സ് ലൈക്ക് IT, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ഫൈനാൻഷ്യൽ സർവീസസ്, ഈ മേഖലയിലോട്ടും ഈ ഒരു എഗ്രിമെൻറ്റ് ഹെൽപ്പ് ആകും. ഓക്കെ, ദെൻ ദ സിഗ്നിഫിക്കൻസ് എന്താണെന്നുണ്ടെങ്കിൽ സ്ട്രെങ്തൻ ദ ഇന്ത്യാസ് പൊസിഷൻ ആസ് എ ഗ്ലോബൽ സർവീസ്. ഇന്ത്യ തന്നെയാണ് ആക്ച്വലി നല്ല രീതിയിൽ IT സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു പൊസിഷൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ആകും. ദെൻ പ്രൊഫഷണൽ മൊബിലിറ്റി നോക്കാം. അതായത് ഈ ഒരു എഗ്രിമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ജോലിക്കാർക്ക് യുകെയിലോട്ടും പോകാം, യുകെയിലുള്ള ആൾക്കാർക്ക് ഇന്ത്യയിലോട്ടും വന്ന് ജോലി ചെയ്യാനുള്ള ഒരു ഈസി ആക്കിയിട്ടുണ്ട് ആ ഒരു പ്രോസസ്സ്. സോ ദിസ് വുഡ് ഹെൽപ്പ് ഫോർ ദ കൊളാബറേഷൻ ഇൻ എഡ്യൂക്കേഷൻ, സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് റിസർച്ച്. ദെൻ എഡ്യൂക്കേഷൻ കോർപ്പറേഷൻ നോക്കുമ്പോൾ യുകെയിലുള്ള പല യൂണിവേഴ്സിറ്റീസിനും ഇന്ത്യയിൽ വന്നിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സമ്മതം ഈ ഒരു എഗ്രിമെൻറ്റ് വഴി ലഭിക്കുന്നുണ്ട്. ദെൻ ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ്, പല ഇന്ത്യൻ കമ്പനീസിനും യുകെയിലെ ഗവൺമെൻറ്റിൻ്റെ കോൺട്രാക്ട്സ് ഒക്കെ ഏറ്റെടുത്തിട്ട് നടപ്പിലാക്കാൻ പറ്റും.
പിന്നെ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇനിയും കൂടാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി 6th ലാർജസ്റ്റ് ഇൻവെസ്റ്റർ ആണ് UK ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ, അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നോക്കുമ്പോൾ 6th ലാർജസ്റ്റ് ഇൻവെസ്റ്റർ ആണ് ഓൾറെഡി UK. So this agreement is also expected to increase bilateral investment, technology transfer, industrial collaboration എല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഇന്ത്യയിലോട്ട് ഇൻവെസ്റ്റ്മെന്റ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ദെൻ ഡിജിറ്റൽ എമേർജിംഗ് ടെക്നോളജീസ്, അതായത് ഈ എഗ്രിമെന്റിൽ ഇപ്പം നിലവിലെ എമേർജിംഗ് ആയിട്ടുള്ള ടെക്നോളജി ലൈക്ക് ദ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡിജിറ്റൽ ട്രേഡ്, ഇതുപോലെ പല ടെക്നോളജി മേഖല, ഇപ്പോൾ ഫിൻടെക്, ഗ്രീൻ ടെക്നോളജീസ്, ഈ മേഖലയിലൊക്കെ കോർപ്പറേഷൻ കൂടാനും ഈ ഒരു എഗ്രിമെന്റ് വഴി നമുക്ക് ഹെൽപ്പ് ആകുന്നുണ്ട്. ദെൻ സെൻസിറ്റീവ് സെക്ടേഴ്സ് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യ. അതായത് ഈ ഒരു എഗ്രിമെന്റ് വരുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കുറേ സെക്ടേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. അതായത് ഇങ്ങനെ ഒരു എഗ്രിമെന്റ് വെച്ചില്ല മീൻസ് ഒരുപാട് നമ്മുടെ അഗ്രികൾച്ചർ മേഖലയിനൊക്കെ മേ ബി ഇതൊരു നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഇഫ് വി ആർ നോട്ട് ഗിവൺ ഇനഫ് പ്രൊട്ടക്ഷൻ ഫോർ ദാറ്റ് സെക്ടർ. കാരണം അഗ്രികൾച്ചർ മേഖലയൊന്നും കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. UK എന്നൊക്കെ കുറേ പ്രോഡക്ട്സ് ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റിയും അവരുടെ ക്വാളിറ്റിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകും. സോ നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കുറവായിരിക്കും ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതിന് കുറച്ച് റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട് ഓൾറെഡി. ലൈക്ക് ഇൻ അഗ്രികൾച്ചർ, ഡയറിയിലൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട്. ദെൻ ഇലക്ട്രിക് വെഹിക്കിൾസിൽ താരിഫ് റേറ്റ് കോട്ടാസ് വെച്ചിട്ടുണ്ട്. അതായത് താരിഫ് റേറ്റ് കോട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇലക്ട്രിക് വെഹിക്കിൾസ് ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് വരെ നമുക്ക് ഒരു 5% താരിഫ് നമ്മൾ ചുമത്തുന്നുള്ളൂ എന്ന് വിചാരിക്കാം. ഒരു 100 ഇലക്ട്രിക് സപ്പോസ് വിചാരിക്കുക, 100 ഇലക്ട്രിക് വെഹിക്കിൾസ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 5% താരിഫ് റേറ്റ് ആയിട്ട് നമ്മൾ ചുമത്തുള്ളൂ ഗവൺമെൻറ്. പക്ഷേ 100 കൂടുതൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് മേ ബി 15% ആയിരിക്കും താരിഫ്. അതായത് താരിഫ് റേറ്റ് കോട്ട എന്ന് പറയുന്നത് ഇതാ, ഒരു കോട്ട ഫിക്സ് ചെയ്യും, 100 നമ്പർ, അതിനുള്ളിൽ ഇത്ര റേറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ താരിഫ് റേറ്റ് കൂട്ടും. പിന്നെ അതുപോലെ തന്നെ സ്റ്റീൽ ട്രേഡ്, ഈ 4 മേഖലയിലാണ് ഇന്ത്യ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്: അഗ്രികൾച്ചർ, ഡയറി, ഇലക്ട്രിക് വെഹിക്കിൾസ് ആൻഡ് സ്റ്റീൽ ട്രേഡ്. ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു പോകാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. സോ ഐ എം ഗിവിങ് എ സമ്മറി ഓഫ് എവരിത്തിങ്. ദെൻ ബെനിഫിറ്റ്സ് ഫോർ ഇന്ത്യ. ഫസ്റ്റ് തിങ്, എന്തൊക്കെയാണ് ഈ ഒരു എഗ്രിമെന്റിന്റെ ബെനിഫിറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇന്ത്യയിലിട്ട് ഒരുപാട് എക്സ്പോർട്ടിന് കാരണം, ഇന്ത്യയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്ത് പോകും. പിന്നെ അതുപോലെ എംപ്ലോയ്മെന്റ് ജനറേഷൻ നടക്കും. പിന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലോട്ട് വരാൻ സാധ്യതയുണ്ട്. ദെൻ MSME സെക്ടേഴ്സിനെ ബൂസ്റ്റ് ചെയ്യും. ബാക്കി അത് പറഞ്ഞാൽ മതി. സാധാരണ ഒരു എഗ്രിമെന്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഹെൽപ്പ് ആകുന്നത് അതൊക്കെ ഇവിടെയും ഹെൽപ്പ് ചെയ്യും. ദെൻ ചലഞ്ചസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു പോകുന്നത്. നമ്മൾ ഇവിടുന്ന് കുറേ കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അതിൽ നമുക്ക് ക്വാളിറ്റി ഉറപ്പുവരുത്തണം. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുഡിൻ്റെ ഐറ്റംസ് ഒക്കെ നമ്മൾ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ വി നീഡ് ടു എൻഷുർ ദ ഫൈറ്റോ സാനിറ്ററി മെഷേഴ്സ്. നമുക്ക് ആ ക്വാളിറ്റിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യണം. അല്ലാണ്ട് ലെസ് ക്വാളിറ്റി ഉള്ള ഐറ്റംസ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് തന്നെയാണ് മോശം പേരുണ്ടാകുന്നത്. പല സമയത്തും പല ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സും എന്താ പറയുക കണ്ടാമിനേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തേക്കുന്ന സാധനങ്ങൾ വെച്ച് നോക്കുമ്പോൾ, മരുന്നുകൾ വെച്ച് നോക്കുമ്പോൾ ഒരു 4-5 വർഷത്തിനുള്ളിൽ ഏകദേശം 200 ആൾക്കാരും മരിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് കടത്തി കൊണ്ടുപോയ മരുന്ന്, മീൻസ് എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയ മരുന്ന് ഉപയോഗിച്ചിട്ട് ലീഗലി എക്സ്പോർട്ട് ചെയ്ത് പറഞ്ഞ മരുന്ന് ഉപയോഗിച്ചിട്ട് മരുന്ന് കണ്ടാമിനേറ്റഡ് ആയിട്ട് അവരുടെ മെഷേഴ്സൊക്കെ ക്വാളിറ്റി അത് ഇല്ലാണ്ട് പല ആൾക്കാർ 200 ആൾക്കാരും മരിച്ചിട്ടുണ്ട് ഒരു 5 വർഷ കാലാവധിയിൽ. സോ വി നീഡ് ടു എൻഷുർ ദ ക്വാളിറ്റി. ഓക്കെ, ദെൻ സസ്റ്റൈനബിലിറ്റി ഉറപ്പുവരുത്തണം. MSME സെക്ടേഴ്സ് മേ ബി ഈ ഒരു എഗ്രിമെന്റിനെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. സോ ദ നീഡ് ടു ബി ഒരു അവയർനെസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. റെഗുലേറ്ററി സപ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് കപ്പാസിറ്റി ബിൽഡിംഗ്. നമുക്ക് ജസ്റ്റ് കാര്യം എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. വി നീഡ് ടു എൻഷുർ സർട്ടൻ അതർ തിങ്സ് ലൈക്ക് ദ ലോജിസ്റ്റിക് സപ്പോർട്ട്സ്. ഓക്കെ, അതായത് അല്ലെങ്കിൽ സബ്സിഡീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പം അതുപോലെ ഓക്കെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യണോ അതൊക്കെ നമ്മളും ചെയ്യണം ഇതിൻ്റെ കൂടെ. Then it is strategic importance നോക്കുകയാണെന്നുണ്ടെങ്കിൽ this would help to achieve the India-UK Vision 2035. ഒരു എഗ്രിമെന്റ് ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യും. Then it's also support ആത്മനിർഭർ ഭാരത്, അതായത് സെൽഫ് റിലയൻറ്റ് ഇന്ത്യ, മേക്കിംഗ് ഇന്ത്യ, അതായത് ഇന്ത്യയിൽ തന്നെ കാര്യങ്ങൾ പ്രൊഡക്ഷൻ കൂട്ടാനും, ഡിജിറ്റൽ ഇന്ത്യ, അതായത് ഡിജിറ്റൽ ടെക്നോളജിയിൽ റെവല്യൂഷൻ നമുക്ക് വരുത്താനും ഇതുവഴി സാധിക്കും. ബാക്കിയൊക്കെ ഇനി ഭാവിയിൽ നമുക്കൊരു ഫ്യൂച്ചർ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റിലോട്ട് നയിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യനായിട്ടും UK-നായിട്ടും. സോ ഇത് ഗ്ലോബൽ ലെവലുള്ള ഇമ്പോർട്ടൻസ് ആണ്. നമുക്ക് ഈ ഒരു ലെവൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ബാക്കി കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് റീഡ് ചെയ്താൽ മതി. ഓക്കെ, ഐ എം ഓൾസോ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പരമാവധി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ,
അല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു പോകണം നമുക്ക് അല്ലേ. അപ്പോൾ എനിക്ക് ഒരു 2 മണിക്കൂറിൻ്റെയോ അല്ലെങ്കിൽ ഐ ക്യാൻ ഓൾസോ എക്സ്റ്റെൻഡ് ദിസ് ക്ലാസ് അപ് ടു 1 hour or 1.5 hours. പക്ഷെ നമുക്ക് അത്രയും ഡെപ്തിൽ പറയേണ്ട ആവശ്യം. നമുക്ക് മെയിൻസ് എക്സാം എഴുതാനായിട്ട് ഓൺലി വി ഗെറ്റ് മാക്സിമം 3 pages. 3 പുറമായിരിക്കും ഒരു പേജിൽ ഉണ്ടാവുള്ളൂ. ആ പേജിൽ എഴുതാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിരിക്കും ഞാനിവിടെ പറയുന്നുണ്ടാവുക. അതായത് നമുക്ക് ഒരു 1 മണിക്കൂറിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്ത് ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല ന്യൂസ് പേപ്പറിന് വേണ്ടിയിട്ട്. കാരണം നമുക്കൊരു ആൻസർ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസർ എഴുതാൻ പറഞ്ഞാൽ മാക്സിമം 3 പുറം എഴുതാൻ പറ്റുള്ളൂ. അതിനുള്ളിലൊരു ടോപ്പിക്കിനെ നമ്മൾ സമ്മറൈസ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൻ്റെ അകത്ത് എഴുതാൻ. അങ്ങനെയാണ് ഞാൻ ക്ലാസ് അറേഞ്ച് ചെയ്ത് പോകുന്നത്. ഓക്കെ, പക്ഷേ എങ്കിലും നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ദെൻ വൈ ഇൻ ന്യൂസ്, നെക്സ്റ്റ് ന്യൂസ്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഐഷെ എന്ന് പറയുന്നത്, അഥവാ ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ. ആ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അണ്ടർ ഗ്രാജുവേഷൻ ലെവലിലോട്ടുള്ള എൻറോൾമെൻറ്റ്, അതായത് BA BSc മുതലായിട്ടുള്ള അണ്ടർ ഗ്രാജുവേഷനിലോട്ടുള്ള എൻറോൾമെൻറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞു. എൻറോൾമെൻറ്റ് റേറ്റ് കുറഞ്ഞു. പൊതുവെ അങ്ങനെയല്ല ഉണ്ടാകാറ്. ഈ ഐഷ എന്ന് പറയുന്ന റിപ്പോർട്ടിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫുൾ നെയിം മീൻസ് ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ. അത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ 2011 മുതൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സർവേ അല്ലെങ്കിൽ റിപ്പോർട്ട് എന്ന് പറയാൻ പറ്റും. ഇത് ഹയർ എഡ്യൂക്കേഷൻ മേഖല, ഇപ്പോൾ നമ്മൾ അണ്ടർ ഗ്രാജുവേഷൻ ആയാലും അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ PhD ആണെന്നുണ്ടെങ്കിലും ഈ മേഖലയിലുള്ള കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ്. ഇത് എന്തൊക്കെ ലുക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തോരം സ്റ്റുഡൻസ് എൻറോൾമെൻറ്റ് ചെയ്യുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഫാക്കൽറ്റി, ഇൻഫ്രാസ്ട്രക്ചർ, ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ, ഇതുപോലുള്ള പല കാര്യങ്ങളായിരിക്കും ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ അനലൈസ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഓൾറെഡി കൊണ്ടുവരുന്നത്. ഓക്കെ, ദെൻ ഈ റിപ്പോർട്ടിന് എന്തൊക്കെയാണ് ഫൈൻഡിങ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് ഡിക്ലൈൻ ഇൻ അണ്ടർ ഗ്രാജുവേറ്റ് എൻറോൾമെൻറ്റ്. നമ്മൾ BA BSc മേഖലയിൽ ആദ്യമായിട്ടാണ് നമുക്ക് എൻറോൾമെൻറ്റ് റേറ്റ് കുറയുന്നത്. ഓക്കെ, ഇനി ഹയർ എഡ്യൂക്കേഷൻ, പോസ്റ്റ് എഡ്യൂക്കേഷൻ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഓവറോൾ നോക്കുകയാണെങ്കിൽ അതായത് ഗ്രാജുവേഷൻ ലെവൽ കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഓവറോൾ എഡ്യൂക്കേഷൻ ലെവൽ ഇപ്പോൾ അണ്ടർ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഈ ഒരു മേഖലയിലെല്ലാം കൂടി നോക്കുമ്പോൾ എൻറോൾമെൻറ്റ് റേറ്റ് കൂടിയിട്ടുണ്ട്. പക്ഷേ അണ്ടർ ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞ ലെവലിൽ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് എൻറോൾമെൻറ്റ് റേറ്റ് ഈസ് ഡിക്രീസ്ഡ്. ഓക്കെ, അതിൽ തന്നെ എൻറോൾമെൻറ്റ് റേറ്റ് കുറഞ്ഞേക്കുന്നത് അണ്ടർ ഗ്രാജുവേഷൻ ലെവലിൽ കുറഞ്ഞേക്കുന്നത് ബോയ്സിൻ്റെയാണ്. ഓക്കെ, ഗേൾസ് ഫീമെയിൽ എൻറോൾമെൻറ്റ് റേറ്റ് കൂടിയിട്ടുണ്ട് ആക്ച്വലി. അതായത് ഗ്രാജുവേഷൻ ലെവലിലോട്ട് വരുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുന്നുണ്ട് ഗ്രാജുവേഷൻ നേടാൻ വേണ്ടിയിട്ടുള്ള, എന്നാൽ ബോയ്സിൻ്റെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഹയസ്റ്റ് ഡിക്ലൈൻ ഏതൊക്കെ സംസ്ഥാനത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര, ജമ്മു കാശ്മീർ, വെസ്റ്റ് ബംഗാൾ ഈ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇതുപോലെ കുറവ് മീൻസ് ഡിക്ലൈൻ വരുന്നത്. ദെൻ പ്രോഗ്രാം വൈസ് ഡിക്ലൈൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർട്ട്, സയൻസ്, കൊമേഴ്സ് മേഖല ഈ 3 മേഖലയിലാണ് ആക്ച്വലി ഈ 3 ഫീൽഡിലായിരിക്കും ഇതുപോലെ അണ്ടർ ഗ്രാജുവേഷൻ ലെവലിലോട്ടുള്ള എൻറോൾമെൻറ്റ് റേറ്റ് കുറയുന്നത്. അപ്പോൾ ഈ ഒരു 360 ഡിഗ്രിയിലുള്ളൊരു അനാലിസിസ് ആണ് നൽകുന്നത്. ദെൻ വാട്ട് ആർ ദ കീ കൺസേൺസ്? ഇതുപോലെ അണ്ടർ ഗ്രാജുവേഷൻ ലെവലിലോട്ടൊക്കെ കുറയുമ്പോൾ എന്താ കൺസേൺ? ഗ്രോത്ത് ഇൻ യൂത്ത് പോപ്പുലേഷൻ ഓൾറെഡി നടക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഒക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ യങ്ങസ്റ്റ് പോപ്പുലേഷൻ ഉള്ള ഒരു വൺ ഓഫ് ദ മേജർ കൺട്രിയാണ് ഇന്ത്യ. പക്ഷേ ഇത്രയും യൂത്ത് പോപ്പുലേഷൻ ഉണ്ടെങ്കിലും ഗ്രാജുവേഷനിലോട്ടുള്ള ആൾക്കാർ കയറുന്നില്ല, ഗ്രാജുവേഷനിലോട്ട് ആൾക്കാർ പോകുന്നില്ല. ദാറ്റ് മീൻസ് അവരുടെ എഡ്യൂക്കേഷൻ എന്തൊക്കെ പ്രശ്നം വരുന്നതല്ലേ. സോ ഡിസ്പൈറ്റ് വി ഹാവ് ഹയർ ഹ്യൂജ് യൂത്ത് പോപ്പുലേഷൻ, ദിസ് എന്താ പറയുക എൻറോൾമെൻറ്റ് റേറ്റ് ഇൻ അണ്ടർ ഗ്രാജുവേഷൻ ലെവൽ ഇസ് ഡിക്ലൈനിങ്. Then increase in the participating rate of higher education institutions. Then delays in release. ഈ ഐഷ റിപ്പോർട്ട് ആക്ച്വലി വരാൻ വൈകി. ഓക്കെ, ഇതുപോലെ റിപ്പോർട്ടുകളൊക്കെ പ്രോപ്പർ ടൈമിൽ വന്നു കഴിഞ്ഞാലല്ലേ നമുക്ക് കൃത്യമായിട്ടുള്ള പോളിസീസ് ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ എന്തൊക്കെ എടുക്കണമെന്ന് നമുക്ക് എടുക്കാൻ പറ്റും, ഏതൊക്കെ പോളിസീസാണ് കൊണ്ടുവരേണ്ടത്. സോ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പോളിസി മേക്കിങ്ങിന് ഈ റിപ്പോർട്ടുകളൊക്കെ പ്രോപ്പറായിട്ട് കൊണ്ടുവരണം. ദെൻ എന്തുകൊണ്ട് നമ്മൾ നോക്കാൻ പോവാ, എന്തുകൊണ്ടാണ് ആക്ച്വലി ഗ്രാജുവേഷൻ ലെവലിൽ ഇത്രത്തോളം എൻറോൾമെൻറ്റ് റേറ്റ് കുറയാൻ കാരണം? ദ ഫസ്റ്റ് തിങ് ഈസ് ഈ ഗ്രാജുവേഷനിൽ നമ്മൾ തന്നെ പല ഗ്രാജുവേഷനിൽ നിന്ന് മാറിയിട്ട് പല ആൾക്കാരും പല വേറെ കോഴ്സുകൾ എടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഡിഗ്രി എടുക്കാണ്ട് ഡിപ്ലോമ കോഴ്സിലോട്ട് പോകുന്നുണ്ട്. സോ ദെയർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു മേഖലയിലോട്ട് പോകുന്നുണ്ട് ആൾക്കാർ. അതായത് കുട്ടികൾ പ്ലസ് 2 കഴിഞ്ഞിട്ട് പഠിത്തം നിർത്തുന്നു എന്നല്ല, മറ്റ് ഗ്രാജുവേഷന് പകരം മറ്റ് മേഖലയിലോട്ടാണ് പോകുന്നത്.
അപ്പം അതൊരു പോസിബിൾ റീസൺ ആണ് ടുവേർഡ്സ് വൊക്കേഷണൽ ആൻഡ് ഡിപ്ലോമ കോഴ്സിലോട്ട് പോകുന്നത്. ഇതുപോലെ അണ്ടർ ഗ്രാജുവേഷൻ ലെവലിലോട്ടുള്ള എൻറോൾമെൻറ്റ് റേറ്റ് കുറയാനും കാരണമുണ്ട്. പിന്നെ ഇപ്പോൾ പ്രിഫറൻസ് ഫോർ സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ, പല ആൾക്കാരും ഇപ്പം +2 കഴിഞ്ഞ് ഗ്രാജുവേഷൻ ഫോളോ ചെയ്യണമെന്നില്ല. ആ ഒരു സ്കിൽ ഏതായിരിക്കും, ചിലപ്പോൾ ഡിജിറ്റൽ മേഖലയിലായിരിക്കും, ഇപ്പോൾ കാർട്ടൂൺ മേഖലയിലായിരിക്കാം, മീൻസ് ആ ഒരു ക്യാമറ ആയിരിക്കാം, ക്യാമറ മീൻസ് ഫോട്ടോഗ്രാഫി ആയിരിക്കാം. അപ്പം ഇതുപോലെ സ്കിൽ ബേസ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഗ്രാജുവേഷൻ ഒന്നും വേണമെന്നില്ല, അവരുടെ സ്കിൽ എന്താ അനുസരിച്ച് പോകുന്നുണ്ട്. ആൻഡ് ഒരാൾക്ക് എക്കണോമിക് കോൺസ്റ്റൻസ്, അതായത് കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ പൈസ ഇല്ലാത്തത് ഒരു പ്രശ്നം വരാറുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ പൈസ കൂടുതലുണ്ട്. ഇൻക്രീസ് എംപ്ലോയ്മെന്റ് ആസ്പിറേഷൻ ആഫ്റ്റർ സ്കൂൾ കഴിയുമ്പോഴത്തേനും ജോലി കിട്ടാൻ വേണ്ടിയുള്ള ആഗ്രഹം കുട്ടികൾക്കുണ്ട്. ദെൻ റീജിയണൽ ഡിസ്പാരിറ്റീസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ആക്സസ്. ഇപ്പോൾ കേരളം പോലെ ആയിരിക്കില്ല മറ്റ് ബീഹാർ ആണെന്നുണ്ടെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളാണെന്നുണ്ടെങ്കിലും. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഹയർ എഡ്യൂക്കേഷനിലോട്ടുള്ള എൻറോൾമെൻറ്റ് റേറ്റ് കൂടുതലാണ്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുപോലെ ഹയർ എഡ്യൂക്കേഷനിലോട്ടുള്ള എൻറോൾമെൻറ്റ് കുറയാൻ അവർക്ക് അതിനുള്ള ഫെസിലിറ്റീസ് കുറവായിരിക്കും. ഓക്കെ, ഡിസ്പാരിറ്റീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും, എല്ലായിടത്തും ഒരേ സിറ്റുവേഷൻ ആയിരിക്കുന്നില്ല. ദെൻ മൈഗ്രേഷൻ ആൻഡ് ഡെമോഗ്രാഫിക് ചേഞ്ചസ്. ഇപ്പോൾ പല സമയത്തും ഇപ്പോൾ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാർ, അപ്പോൾ അവരുടെ ഒരു ജോലി ചെയ്യുന്ന ആൾക്കാർ ഇപ്പം ഇവിടെ വർക്ക് ചെയ്തിട്ട് പിന്നെ മറ്റൊരു സംസ്ഥാനത്തോട്ട് പോകുന്നു, അവിടെ നിന്ന് മറ്റൊരു സംസ്ഥാനത്തോട്ട് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യ വിട്ട് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ മേബി അവിടെ ബ്ലോക്ക് ആവാനൊക്കെ സാധ്യതയുണ്ട്. ദെൻ സിഗ്നിഫിക്കൻസ് ഫോർ ഇന്ത്യ, യു ജസ്റ്റ് റീഡ് ദാറ്റ്. ഇങ്ങനെ ജസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്തെന്നുള്ളൂ. അതായത് ഇതുപോലെ ഡിക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എഫക്റ്റിംഗ് അവർ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 നമ്മളൊരു എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിക്ലൈൻ നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കും. ദെൻ സ്കിൽഡ് വർക്ക് ഫോഴ്സ് അവൈലബിലിറ്റിനെ ബാധിക്കും. ആൾക്കാർ ഗ്രാജുവേഷൻ കഴിയുന്നില്ല, ഗ്രാജുവേഷനിലോട്ട് നിൽക്കുന്നില്ല, അപ്പോൾ സ്കിൽഡ് വർക്ക് ഫോഴ്സ് നമുക്ക് കുറവായിരിക്കും. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഇന്നോവേഷൻ ആൻഡ് റിസർച്ച് എക്കോസിസ്റ്റം. ആൾക്കാർ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഹയർ എഡ്യൂക്കേഷൻ ഫോളോ ചെയ്തായിരുന്നില്ല നമുക്ക് ഇന്നോവേഷൻസും റിസർച്ചൊക്കെ പറ്റുള്ളൂ. സോ ഈ മേഖലയിൽ ഇന്ത്യയിൽ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. Then this is the last news. I would give a summary first of all. What is the news? സുപ്രീം കോടതി, അതെ, ഇപ്പം നിലവിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്തുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ടോറൽ റോൾ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് ആർക്കൊക്കെ ആ ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ആ ഒരു കോൺസ്റ്റിറ്റ്യൂൻറ്റിൽ വോട്ട് ചെയ്യാൻ പറ്റും ഇലക്ഷൻ എന്നതിൻ്റെ ലിസ്റ്റിന് പറയുന്നതാണ് ഇലക്ടോറൽ റോൾ എന്ന് പറയുന്നത്. ഇത് റിവൈസ് ചെയ്യുന്നത്, കാരണം പല ആൾക്കാരും ഇപ്പം മരിച്ചു പോയിട്ടുണ്ടാവാം, ചില ആൾക്കാർക്ക് ഇലക്ഷൻ വോട്ടിങ്ങിനുള്ള യോഗ്യത ഉണ്ടാവില്ല, യോഗ്യത നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കൊക്കെ വോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യണം. അതായത് ഇലക്ടോറൽ റോൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി സുപ്രീം കോടതി ബീഹാറിൽ റിലേറ്റഡ് ആയിട്ടൊരു കേസ് പറഞ്ഞായിരുന്നു. ഈ ഇലക്ടോറൽ റോൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ്, അതിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി വെൽഫെയർ സ്കീംസിനൊന്നും ഉപയോഗിക്കാൻ പാടില്ല, പ്രത്യേകം ഓൾറെഡി പറഞ്ഞു വെച്ചേക്കുന്നതാണ്. എന്നാൽ വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് ഇത് കേട്ടില്ല. വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് എന്ത് പറഞ്ഞു, വോട്ട് ചെയ്യാൻ പറ്റില്ല, ഇലക്ടോറൽ റോളിൽ പേരില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ അന്ത്യോദയ അന്നപൂർണ്ണ യോജനയിലൊന്നും നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നില്ല. ഇനി റേഷൻ കട വഴി നമുക്ക് അരിയൊന്നും കിട്ടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ റീവെരിഫിക്കേഷൻ, അത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾക്കൊന്ന് വെരിഫൈ ചെയ്യേണ്ടി വരും, നിങ്ങൾക്ക് ഇലക്ഷൻ വോട്ട് ചെയ്യാനുള്ള അധികാരമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതായത് ഇലക്ടോറൽ റോൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇലക്ഷന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ഡാറ്റ ബേസിൽ മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, കാരണം എന്തൊക്കെ സുപ്രീം കോടതി പറഞ്ഞു വയ്ക്കാം, ഇലക്ടോറൽ റോൾ ഇസ് ഓൺലി ഫോർ വോട്ടിംഗ് പർപ്പസിന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടും, അല്ലാണ്ട് വെൽഫെയർ സ്കീംസോ കാസ്റ്റ് സർട്ടിഫിക്കറ്റിനോ സിറ്റിസൺഷിപ്പ് ഡിറ്റർമൈൻ ചെയ്യാനോ ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് വോട്ട് ചെയ്യാൻ അധികാരം ഇല്ല എന്നതിൻ്റെ അർത്ഥം ആൾ ഇവിടുത്തെ ഇന്ത്യൻ സിറ്റിസൺ അല്ല എന്നല്ല. ഓക്കെ, നമുക്ക് ഒരു കാര്യം അറിയാം, ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ ഇന്ത്യയിൽ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നതിൻ്റെ അർത്ഥം ഇന്ത്യൻ സിറ്റിസൺ അല്ല എന്നുമല്ല. പല കാരണങ്ങൾ കൊണ്ട് ഒരു വ്യക്തിക്ക് ചിലപ്പോൾ വോട്ട് ചെയ്യാൻ ഇന്ത്യയിൽ യോഗ്യത കിട്ടാണ്ട് വരാം, ഇന്ത്യൻ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിലും. സോ വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് സിറ്റിസൺഷിപ്പും അത് വെച്ചിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, കാരണം ഇലക്ഷൻ കമ്മീഷൻ അതിനുള്ള അധികാരമില്ല. ഇലക്ഷൻ കമ്മീഷൻ മറ്റൊരു ഇലക്ഷന് വേണ്ടിയുള്ള പർപ്പസിന് വേണ്ടിയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ്. ദെൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സെക്യൂരിറ്റി വെൽഫെയർ മെഷേഴ്സിന് യൂസ് ചെയ്യരുത്. ദിസ് സെയിം കേസ് ഈസ് ഓൾസോ സെഡ്, അല്ലെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി ഈ ഒരു ജഡ്ജ്മെന്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ബീഹാറിലെ SIR ജഡ്ജ്മെന്റിൽ, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ജഡ്ജ്മെന്റിൽ. അവരത് കേട്ടില്ല. സോ ഇറ്റ്സ് വയലേറ്റിംഗ് ദ സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ്. ഓക്കെ, ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇങ്ങനെ ഇത്രത്തോളം ഗവൺമെന്റുകൾ ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് വയലേറ്റിംഗ്, ജനങ്ങളുടെ റൈറ്റ് ഒരുപാട് വയലേറ്റ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള ആക്ട്. ആർട്ടിക്കിൾ
ഫണ്ടമെന്റൽ റൈറ്റ് ആണ് 21, 15, റൂൾ ഓഫ് ദ ലോ, നാച്ചുറൽ ജസ്റ്റിസ്. ഈ മേഖലയിലൊക്കെ ഇതുപോലുള്ള ഗവൺമെന്റ് ആക്ഷൻ വയലേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ റൈറ്റ് ആണ് ആക്ച്വലി ഇതുപോലെ വോട്ട് ചെയ്യാൻ റൈറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് മറ്റു കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുമ്പോൾ നഷ്ടപ്പെടുന്നത്. ദെൻ വി നീഡ് ടു സിഗ്നിഫിക്കൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഡിസ്റ്റിങ് ബിറ്റ്വീൻ ദ സിറ്റിസൺഷിപ്പ് ആൻഡ് ഇലക്ടോറൽ സിറ്റുവേഷൻ. ശരിക്കും പ്രോപ്പറായിട്ട് സിറ്റിസൺഷിപ്പും ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിഫൈൻ ചെയ്ത് വെക്കണം നമ്മൾ ഓൾറെഡി. ദെൻ നമ്മുടെ വെൽഫെയർ റൈറ്റും കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസും ഈക്വാലിറ്റി, ഡിഗ്നിറ്റി, ഡ്യൂ പ്രോസസ് ഇതൊക്കെ നമ്മൾ അപ്ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ആക്ഷൻസ് നമ്മളെ ബാധിക്കും, മോശമായിട്ട് ബാധിക്കും. Then we are giving a mains question. You can write this question. You can answer this question and you can send it to this mail. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ വാല്യൂ ചെയ്ത് നിങ്ങൾക്ക് തിരിച്ച് ആ മെയിൽ ഐ ഡിയിലോട്ട് അയക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.